എടോ പോർച്ചുഗലിന്റെ ജേഴ്സി ഇട്ട് ഞാനൊന്ന് നടക്കട്ടെ കുറച്ചു നേരം. പോർച്ചുഗൽ ഓർത്തോ പോർച്ചുഗൽ ഒന്ന് ഓർത്ത് നമ്മള് ഓർത്തോ പോർച്ചുഗൽ. എടോ ഒരു കയറിട്ട് തരുവോടോ ഒരു കയറ്. എനിക്ക് തോന്നി വെള്ളത്തിലായിരിക്കും അത്. എന്റെ പൊന്നു നോക്കി അണ്ണൻ എന്ന് പറഞ്ഞ് ഇയാണെന്തിനാ വെള്ളത്തിലെടുത്ത് ചാടിയത്? ഞാൻ വെച്ചാ തിട്ടക്കറി ഒരു ഫോട്ടോ എടുക്കാനടി. അത് തട്ടൊന്നുമില്ല നോക്കി, എല്ലാം ഫേക്കാണ്. ഓ അല്ലല്ല തട്ടമുണ്ട് കേട്ടോ, തട്ടമുണ്ട്. തട്ടുണ്ടോ? പിന്നെ പക്ഷെ കേറാൻ പറ്റത്തില്ല ചോക്കി. ഇങ്ങനെ നീന്തി വാ. എടോ വരുവാടോ ഒരു കയറോ കൊടോ വല്ലോ എടുത്തിട്ട് തരുമോ? വേറൊരുത്തൻ അണ്ണു എന്ന് പറഞ്ഞ് വെള്ളത്തിലെടുത്ത് ചാടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പുക്കുട്ടൻ അത് അങ്ങനെ എടുത്തേ ജോക്കി. കൈയിട്ടടിക്കുന്ന മാത്രം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കൈയിട്ടടിക്കുവാടോ, പിന്നെ വേറെന്തെങ്കിലും കാലിട്ടടിക്കാൻ അവനങ്ങത്തി. അമ്മേ രക്ഷിക്കണേ. നമ്മളിങ്ങോട്ട് റൊണാൾഡോയുടെ കാലം എന്തിനാ പിടിക്കാൻ പോയത് ഈ സമയത്ത്? റൊണാൾഡോയുടെ കാലം തൊട്ട് വിടാൻ പോയതാടാ നമ്മ അണ്ണൻ. ഓ അഡ്ഡന്റെ നമ്മള് നെയ്മറാണല്ലോ. പക്ഷേ അല്ല ഞാൻ നെയ്മറൊന്നുമില്ല. പശ്ചാത്തലം കാണിക്കുന്നതിന് ഒരു അതിരില്ല സത്യം പറഞ്ഞാൽ. ഈ മെസ്സിയുടെ മാത്രം കുറച്ച് വലിപ്പം കൂടുതലല്ലേ? എടോ അതിനകത്ത് ഏറ്റവും കൂടുതൽ അത് നോക്കടോ റൊണാൾഡോയുടെ ആ ചിരി. അല്ലല്ല മെസ്സിയുടെ ഒരു വലിപ്പം കൂടുതലല്ലേ? ഇത്തിരി കൂടുതൽ. ആരെ ഹൈറ്റ് കൂടുതലാണ്? ബോഡി ഷേമിങ് ചെയ്യില്ല കേട്ടോ, ബോഡി ഷേമിങ് ചെയ്യില്ല കേട്ടോ. എടോ ഹൈറ്റ് കാണും, കാരണം കപ്പിന്റെ ആ ഹൈറ്റ് കാണും മുകളിലോട്ട് തള്ളി നിൽക്കുന്നേ. പക്ഷെ ഫ്ലെക്സ് ഒക്കെ സെയിം ഹൈറ്റ് തന്നെ. വ്യത്യാസമുണ്ട്. റൊണാൾഡോന്റെ ഹൈറ്റ് കാല് ഇവിടെ പൊക്കി വെച്ചിട്ട് പോലും ഹൈറ്റ് കുറവാണ്. അത് വേർതിരിവല്ലേ? പൊക്കി വെച്ചതല്ലേ? അത് ചോദിക്കണോ? ഇങ്ങോട്ട് വന്നേടോ, ജോണി ഇങ്ങോട്ട് വന്നേടോ. താൻ എന്തോടോ, താൻ ബ്രസീലാണോ അതോ അർജന്റീനയാണോ അതോ പോർച്ചുഗൽ? എന്നാ ഡ്രസ് മാറാം, ചോമ്പിടാം. അത്രയുള്ളൂ എല്ലാരും ചോപ്പിട്. ഇയാൾ എന്ത് വയ്യും? ഞാനൊരു കാര്യം പറയട്ടെ. എടാ ഇയാളൊന്ന് വാടോ. ഇതേതാ മോനെ ഈ ജേഴ്സി? ഇത് സ്പെയിൻ. ഓ അറിയത്തില്ല. ബാംഗ്ലൂര്. നമുക്ക് സ്പെയിൻ അല്ലേ? സത്യം കേട്ടോ, ബാംഗ്ലൂര്. RCB അല്ലേ? RCB അല്ലേ ഇത്? വാടോ പോർച്ചുഗൽ ഇടാം. നമുക്ക് സ്പെയിനും കിട്ടാലോ. സ്പെയിൻ ഒന്നും ഇടണ്ട, പോർച്ചുഗൽ. ശരിക്കും പറഞ്ഞാൽ ജപ്പാനായിരുന്നു നല്ലത്. അതാവുമ്പോ നമുക്കൊരു വട്ടം കണ്ടേന്. എനിക്ക് ഫിഫ കളിക്കാൻ തോന്നുന്നടാ. ജോണിയാ പലതും പറയും, പോർച്ചുഗൽ മാത്രം കേട്ടാ ടീം മാറ്റാറ്. പോർച്ചുഗൽ ഇടത്തുള്ളൂ. അർജന്റീന ആണല്ലേ? പോർച്ചുഗൽ കപ്പല്ലോ കപ്പ് കാണിക്കുന്നത്. ഞാൻ വണ്ടി എടുക്കാം. വേണമെങ്കിൽ ഞാൻ ഒരു ടീ കപ്പ് മേടിച്ചു കൊടുത്തല്ലോ. ഞാൻ പോയി ടീ കപ്പ് കൊണ്ട് മേടിച്ചു. പോർച്ചുഗൽ ഫാൻസ് വേണമെങ്കിൽ ടീ കപ്പ് എടുത്തോ, മേടിച്ചോ, ഞാൻ കൊടുക്കാം. ഫിഫ സ്ട്രീമിലുണ്ടോ 150 രൂപ. പിന്നെന്ത് പറയാ അണ്ണു? ഇയാളൊന്ന് വണ്ടി എടുക്കൂടോ. എന്തായാലും ഞാൻ ഇപ്പൊ എടുത്തോണ്ട് വന്ന വണ്ടി സേവ് ചെയ്ത് ഇപ്പൊ ഇമ്പോണ്ട് കാണിക്കുന്നത്. ഇത്രയും കാശ് കൊടുത്തിട്ട് ഞാൻ എടുത്തോണ്ട് വന്ന ഇത് എന്തൊക്കെയോ പ്രശ്നമുണ്ട് പുതിയ പറ്റിയ ഗ്യാരേജ്. നമ്മുടെ ഗ്യാങ് വണ്ടിയിലാണ് കിടക്കുന്നത്. നമ്മുടെ ഗ്യാങ് വണ്ടിയിലേ കിടക്കുന്നത്. അന്ന് മൊബൈലിൽ ഫിഫ കളി. എടാ നിന്റെ ബർത്ത്ഡേ. എടാ സ്മോക്ക് ഗെയിമിംഗ് ഹാപ്പി ബർത്ത്ഡേ മോനെ. വേറെ എങ്ങോ എത്തും. ഞാൻ നേരത്തെ പോയി വന്നോളാം. എടാ എന്തുവാടാ ഈ പുതിയ സാധനമൊക്കെ? ഇമ്പൗണ്ടോ ഇതൊക്കെ? എന്തു ഇതൊക്കെ? ഇതെന്തുവാടാ ഇത്? കടലിലോട്ടാണ് പോകുന്നത് നമ്മള്. വണ്ടി പവർഫുൾ. അങ്ങോട്ട് വരാം. കേരടോ ഇങ്ങോട്ട്. റാപ്പിഡോയില് വരാന്നാ? ഇയാള് റാപ്പിഡോയില് വരാന്നല്ലേ പറഞ്ഞപ്പോ? ആയതാണ്. എടാ കെവിൻ ബാബു ഹായ് ഹായ് ഹായ്. ഇന്നെങ്കിലും ഓപ്ഷൻ ഉണ്ടാവുമോ? ഇന്ന് ഓപ്ഷൻ ഇല്ല. വണ്ടി ഇമ്പോണ്ടഡ്. ഞാൻ അവിടെ പോയിട്ട് 50 ലക്ഷം രൂപ കൊടുത്തിട്ട് വണ്ടി എടുത്ത് ഫുൾ പെട്രോൾ അടിച്ച് ഇവിടെ കൊണ്ട് സേവ് ചെയ്തു.
സേവ് ചെയ്തെടുത്ത് എടാ പുറത്തെടുത്ത് ഇന്നലെ MRC സ്പ്ലിറ്റ് പെട്രോള് ആയടാ 10%. അവര് സ്പ്ലിറ്റ് ആവട്ടെ. അത് കഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ ഒരു തന്നെ ബഗ്ഗാ. തന്നെ തന്നെ വണ്ടി മാഞ്ഞു പോയി അന്നിട്ട് ഇപ്പൊ ഒന്നുകൂടെ എടാ, ഇതൊന്നും തേങ്ങിയത് പ്രോപ്പർ ഒറിജിനൽ അവിടുത്തെ garage MRCയുടെ ന്റെ പ്രശ്നം. പേരിൽ കളിക്കുന്ന ഗാങ്സോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇപ്പോഴത്തെ ഗ്യാരേജും കളഞ്ഞു. എല്ലാ കാര്യത്തിനും അല്ല അങ്ങനല്ല അങ്ങനെ അതെന്തോടാ ഒരു സൗണ്ട് ഇട്ടേ വണ്ടി ഇടിച്ചപ്പം? ആന്ന് പറഞ്ഞതാ ഞാൻ. എടോ പോർച്ചുഗലിലെ ജേഴ്സി ഇട്ട് ഞാനൊന്ന് നടക്കട്ടെ കുറച്ചു നേരം. അത്ര ആളല്ലേ താനും ഇടുവല്ലോ. ഞാനൊന്ന് സ്പെയിൻ ഇട്ടോട്ടെ കുറച്ചു നേരത്തെ. ഇത് ആരാടാ പോർച്ചുഗലിനെ പ്രേമിക്കുന്ന പെൺകുട്ടി? ആണ് അത്. അല്ല ഹാൻഡ് കാണാനില്ല. പെൺകുട്ടിയാണോ? മോനെ ഇതിന്റെ അക്ക ഒന്ന് പറഞ്ഞു തരുവോടാ ഈ പോർച്ചുഗൽ ജേഴ്സിയുടെ? പോർച്ചുഗല് 1646 ജാക്കറ്റ് അതില് ടെക്സ്ചർ കണ്ടോ 5 എന്റെ ഒരു ജേഴ്സി ഇതിട്ടാ മതിയോ? ഏതാ? അത് നമുക്ക് വേണ്ട മോനെ, അത് നമുക്ക് വേണ്ട. നമ്മളൊക്കെ എത്ര അപ്പുക്കുട്ട ഒരു നമ്പർ അറിയോ? 16. അയ്യോ അത് എനിക്ക് കൈ കിട്ടിയില്ല. 1646 കൈ ഞാൻ പറയണ ബോഡി ആർമറിന്റെ താഴെ പാരച്യൂട്ടിന്റെ താഴെ ഇനി പൊക്കത്ത് മോനെ ഒന്നും കൂടെ പറയൂടാ. 1646 ടെക്സ്ചർ. 1646 വേണമെങ്കിൽ ഞാൻ ടീം മാറാം. ഇതേതാ ജർമ്മനി അല്ലേ ഇത്? ഇതെന്തുവാടോ ഇത്? എക്സ്ലാൻഡിസ് ഒക്കെ എഴുതിയിട്ടുണ്ടോ ജേഴ്സിക്കകത്ത്? അയ്യോ അന്നോ ഒറിജിനൽ എടുത്തിടാൻ പാടില്ല, കൊണ്ടുപോകും അപ്പരെ, അതുകൊണ്ടായിരിക്കും. ഇതേതാ? അത് ഈ ജേഴ്സി ചേരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞ, കഴുപ്പനേന്ന് പറഞ്ഞ പോലെ. ഇത് കൊള്ളാം, ഇത് നല്ല രസമുണ്ട് കാണാൻ. സത്യമല്ലേടോ? ഇതേതാ ഇതേതാ? ഇത് സ്പെയിനാ. ഇടോ പോർച്ചുഗലോ പോർച്ചുഗൽ. ബ്രസീൽ എടുക്കണം. എടാ ആരേലും ഒന്ന് പുള്ളിക്കാരനൊന്ന് എടുത്തോട്ടെ നിന്ന് പ്രാർത്ഥിക്കടാ. റൊണാൾഡോ റൊണാൾഡോ ടേക്ക് വൺ കപ്പ്. എന്തായാലും പോട്ടറാ ഒരുമിച്ച്. ഇതെന്തോ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പോർച്ചുഗൽ എന്നിട്ടുണ്ടോ ഇതെന്തുവാടാ രാവിലെ കവലയില് മറ്റേ ചായ കുടിക്കാൻ പോകുന്ന ഒരു ഫീല്. വാ നമുക്ക് പോവാം. ശത്രു ശത്രു ഒളിഞ്ഞ് നോക്കിയിട്ട് പോയി നോക്കി. മോളെ വേണ്ട അത്രേ ഉള്ളു ബ്രോ. മൂന്നാളും മൂന്ന് ടീമായിരുന്നു. എടോ പോയി പോർച്ചുഗൽ ഇടറോ. പറ്റിക്കാൻ വെച്ചോ. ഞാൻ ബോളനാന്ന് വിചാരിച്ചോളൂ. പോർച്ചുഗൽ ഇടറോ. ഈ കളർ ചേരുന്നുണ്ടായിരുന്നു കാലത്തെ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ടീം ഒന്ന് മാറുവാണ് കരുതേ. തനിക്ക് എന്നെക്കാളും വലിയ ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. അല്ല അവന്മാർ എന്നെ പ്രാഗി വിട്ടേക്കും. അതിട്ടോണ്ടൊന്ന് ഞാൻ മുടിഞ്ഞു പോകുന്നു. ജോക്കി ഞാൻ ഇതിട്ടാ പോരെ ജോക്കി? നല്ല രസമുണ്ട് ജോക്കി. ജോക്കി പച്ചും ചോപ്പും എടാ നീ ഇവിടെ ഇട്ടാ അപ്പു ജോക്കി. ഇതേ അപ്പു കൂടെ നമ്മളെ പറ്റിക്കാൻ നോക്കുന്നത്. നമ്മൾ പറയരുത്. എന്താണ് ഹലോ പറ. ഈ പാജിന്റെ നമ്പർ എത്ര? എന്റെ പേരെന്താ? ഞാൻ പറഞ്ഞുതരാം. നിക്കറൊക്കെ നോക്കി 611 611 തല മൊത്തത്തിൽ കവർ ചെയ്തു. തുണി എന്തെങ്കിലും നോക്കണം. നിങ്ങൾക്ക് ജേഴ്സി വന്നില്ലല്ലേ? ഗേൾസിന് ജേഴ്സി വന്നോ? ഒരു തുണി ഓർമ്മ അങ്ങോട്ട് പോടാ. കണ്ണൻ ലൈവ് അത്രയുള്ള ജോഡി ഇപ്പോഴാണ് സാർ കറക്റ്റ് ഷഡ്ഡി ഇട്ട് ഇറങ്ങി അങ്ങോട്ട്. ഇത് എന്തുവാടോ ഇത്? ഒരു സുഖമില്ലല്ലോ. നീ വിട്ടേടാ എല്ലാവർക്കും. കൊള്ളാം. ഞാനിടും. എനിക്കൊരു അഡ്വരുമായിട്ട് ഞാൻ ടീം വരെ മാറൂലോ. ഞാൻ മാറിയില്ല. അത്രയുള്ളുണ്ട് സ്വീ. എടാ ഒന്ന് ഇടറോ. നല്ല പാന്റ് കിട്ടുന്നില്ല യോഗി. വന്നൊരു കമന്റ് കേട്ടോ. ജോണിമാനെ കണ്ടിട്ട് ബാബുവിന്റെ കണക്കുണ്ടെന്ന്. ബാബുവിന് എടാ ഒന്ന് എടുത്തിട്ടോണ്ട് വാടോ. എന്ത് ചെയ്യും? കിട്ടണ്ടേ? ഇതെങ്ങനെയുണ്ട്? അത് കൊള്ളാം. കൊള്ളാം. കിടിലായിട്ടുണ്ട്. ഉപ്പാർ ബ്രോക്കറോ? എടോ ഒന്ന് എടുത്തിട്ടോണ്ട് വാടോ എന്തേലും. നാട്ടുകാർ കളിയാക്കി ചോക്കി. ഇയാൾ നാട്ടുകാരെ ബോധിപ്പിക്കാനാണോ ജീവിക്കുന്നേ?
അത് ശരിയാണ്. എന്നാലും എന്നാ ജോക്കിയുടെ പാൻ്റെ നമ്പർ പറ, നമുക്ക് കളിയാക്കുവാണെങ്കിൽ ഒന്നിച്ച് കേൾക്കാൻ. എന്തൊരു കഷ്ടമാ. എടാ അപ്പുക്കുട്ടി പാന്റിന്റെ നമ്പർ എത്രടാ? 611. ആ ഇയാൾക്കിത് എത്ര നേരം ഓടുന്നു ഒരുങ്ങാനായിട്ട്? ഈ ഷട്ടിയൊക്കെ ഇട്ടിരിക്കുന്നത്. കറുപ്പ് കൊള്ളാല്ലേ, ചേരുന്നുണ്ട്. ശരദേട്ടാ സുഖമാണോ? ഫുഡ് കഴിച്ചോ? എടാ നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ? ഗൈസ് ഇപ്പൊ സെറ്റായില്ലേ? സുഖമാണോ എല്ലാവർക്കും? ഉറങ്ങി കുത്തിയിരിക്കുക. ഞാൻ കുളിച്ചു പോലും ഇല്ല, മനസ്സിലായി? രാവിലെ കുളിച്ച ഇതുവരെ കുളിച്ചിട്ട് പോലും ഇല്ല. നീ ടീം മാറിക്കോടെ ഇത്ര പെട്ടെന്ന്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. കൊള്ളൂല്ലോ, കുഴപ്പമില്ല. എത്ര കൊള്ളില്ലേലും നമ്മൾ റൊണാൾഡോ ഫാൻസ്. നമ്മൾ എന്നിട്ടാണ് പെയിന്റ് എടുത്തിട്ട് നടന്നത്. നാണമില്ല, നാണം കെട്ടവനെ. എനിക്ക് ടീമല്ലേ ജോക്കി, അതുകൊണ്ടല്ലേ. താനപ്പോ പോർച്ചുഗൽ ഇല്ലയോ? അല്ല എനിക്ക് ടീമില്ല. അല്ല താൻ എന്റെ ടീം പോർച്ചുഗൽ. എനിക്ക് പോർച്ചുഗൽ ഇഷ്ടം, തനിക്ക് പോർച്ചുഗൽ മതി. അതെ അതെ. കാലത്ത് എന്തേലും റേഡിയോ പറഞ്ഞോ, ഞാൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒന്ന് എടുക്കടാ മോനെ അപ്പുക്കുട്ടാ. ഇത് എന്തൊരു വണ്ടിയാണ്? രണ്ട് മയ്യത്ത്, രണ്ട് ശവങ്ങൾ എടുക്കുന്നത്. ഇതെന്തു? ഇതാരാ കൊന്നേ? അലീന? ഓ അലീന കൊന്നല്ലേ അവനെ? അവൻ ബ്രസീലിനെ മഞ്ഞത്തിട്ടെന്ന് പറഞ്ഞു. റൊണാൾഡോ പറഞ്ഞോ? നേരത്തെ ബ്രസീലിനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടല്ലേ അവനെ അരക്കട്ട ഗെയിമാട്ടെ സത്യം പറഞ്ഞു. ഈ പെണ്ണൊക്കെ നമ്മുടെ തല വെക്കാൻ നോക്കുന്നത്. ഇത്ര നേരം ബ്രസീലിനെ പറഞ്ഞെന്ന് പറഞ്ഞിട്ടായിരുന്നു. എടാ അപ്പുക്കുട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. സിറ്റിയിൽ ആരൊക്കെ ഉണ്ട് നമ്മുടെ പിള്ളേര്? ഇവിടെ സത്യം പറഞ്ഞ സിറ്റി അപ്പായാലൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. ആ ഡിസ്കോഡ് ബോട്ട് ഡൗൺ ഒക്കെ ഉണ്ട്, അത് കാണിക്കുന്നില്ല. 247 പേര് അറിഞ്ഞു. സിറ്റിയിലിപ്പോ 247 പേരുണ്ട്. അതെങ്ങനെ PL കൂടുന്ന കണ്ടോ? PL കൂടുന്നു. ഇല്ല എനിക്ക് കുഞ്ചു മോളെ സോറി മോളെ. കുഞ്ചു മോളെ സോറി കേട്ടോ. 5 മക്കളാണ്. ആദ്യത്തെ കുഞ്ചാണോ? അല്ലല്ലേ, ആള് മാറിപ്പോയി. ആഹാ പോർച്ചുഗൽ ലേഡി മോളെ. പോർച്ചുഗൽ ഫാൻ ആണോ? ആളൊന്ന് ഇറങ്ങി വരണ്ടേ, കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ജനിച്ചപ്പോഴേ പോർച്ചുഗൽ ഫാനാന്നേ. കത്തിപ്പോയെന്നോ? ഇല്ല. ഇത് എലിയാണോ ഇത്? ആ കുട്ടികളുടെ പേരെന്താണ്? ആ ഹിയറയൊക്കെ നമുക്ക് അറിയാം. ജോണി എന്ത് ചെയ്തു? ആ ഇത് ജോണി. ഇവിടെ താനെന്താണ് ഹെൽമെറ്റ് വെച്ചേക്കുന്നത്? ഹെൽമെറ്റ് വിടൂ. ഇങ്ങോട്ട് വന്നേ. എടോ തനിക്ക് നാണമുണ്ടോ? നാണമാണോ? അല്ല ചെറുതായിട്ട് ഉരുടോ. വന്നിട്ടേ കപ്പില്ലാത്ത ടീം കൂന്ന് വിളിച്ചിട്ട് പോയി. എടോ കപ്പില്ലാത്ത ടീം കൂക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടോ ഒരാൾക്ക് ഒരു സാധനം കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് എടോ ഞാൻ കാര്യം പറയട്ടെ. എടോ താൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി നടക്കുമ്പോ കേരള ബ്ലാസ്റ്റേഴ്സിന് കപ്പില്ലെന്ന് പറഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്തിരിക്കും എടോ താൻ. അത്രേ ഉള്ളൂ. അത് കണക്ക് നമുക്ക് പോർച്ചുഗലിന് കപ്പില്ല, പക്ഷെ എന്നും പറഞ്ഞ് പോർച്ചുഗലിനെ മാറ്റാൻ പറ്റൂ? റൊണാൾഡോ വികാരം. കേക്കും കൂടെ ജേഴ്സി ഇടിപ്പിക്കണം. പുള്ളി ഇന്ന് വരുമോ? അർജന്റീന ഫാനൊക്കെ തെറിച്ച് പോകുന്നുണ്ടോ? കേക്ക് ഉണ്ടോ നോക്കിട്ട് അയാളെ കൂടെ അങ്ങ് ഡ്രസ് മാറ്റിക്കായിരുന്നു. അയാളെ ഒന്ന് വരട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾക്ക് ടീം മാറുമല്ലോ. ഹെൽമെറ്റ് ഇതൊരു കാര്യം എന്തുകൊണ്ടോ ഞാൻ ഇങ്ങനെ നടക്കുന്നേ? വോക്കിംഗ് സ്റ്റൈൽ മാറ്റി നോക്കി. ഗാങ്സ്റ്റർ എന്നിട്ടോ? ഗാങ്സ്റ്റർ എന്നോ? ആ ആലിസേ അത്രേ ഉള്ളല്ലോ നമ്മുടെ ടീം. അത്രേ ഉള്ളല്ലോ. എന്തായിരുന്നു? ഓർത്തോ പോർച്ചുഗലോ? നമ്മൾ ഓർത്തോണ്ടല്ലേ ഇതൊക്കെ ഇട്ടേ എന്റെ പൊന്നെ ആലിസേ. അത്രേ ഉള്ളല്ലേ ആലിസ്? ഓർത്തോ പോർച്ചുഗൽ അത് കൊള്ളാം കേട്ടോടോ.
ഈ ഓർത്തോ എന്ന് പറയുമ്പോൾ നമ്മുടെ മുട്ടുവേദന അതൊക്കെ എടോ അതല്ലടോ ഓർത്തോ നമ്മൾ പോർച്ചുഗൽ കപ്പടിക്കും എന്നുള്ള സാധനം. താൻ ഈ ഹെൽമെറ്റ് നൂരടോ. എന്തോടെ ഓർത്തോ പോർച്ചുഗൽ? ജോണി അവനെ മാനിപ്പുലേറ്റ് ചെയ്തല്ലേ? ഈ ഓർത്തോ എന്ന് പറയുമ്പം ഞാൻ ആശുപത്രി കണ്ടിട്ടുണ്ട്, മറ്റേ മുട്ടുവേദന അതൊക്കെ അല്ലേ ഓർത്തോ? എടോ ഓർത്തോ അല്ലടോ, ഫോഴ്സാ. ആ പെണ്ണ് പറയാറ് ഫോർക്കാൻ അങ്ങാണ്ട പറഞ്ഞയാ. ഞാൻ വന്നോണ്ടാന്ന് പറയുന്നു. ആ കുട്ടി ഏത്? എന്റെ പൊന്നെ ഈ കുട്ടനെ കൊണ്ട്. എടോ ജോണി ഇങ്ങോട്ടൊന്ന് വന്നേടോ ജോണി. ഒരു വണ്ടി ബ്രസീൽ വരുന്നുണ്ട് ജോക്കി, ഇതുകൊണ്ട് ആ ബാൻഡ് ഒന്നിക്കാത്ത. ആ നമുക്ക് പരിചയപ്പെടാം. അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട. ഓ ഇത് എന്താണിത്? വേൾഡ് കപ്പ് മൊത്തം ഉണ്ടല്ലോ. നിങ്ങളൊക്കെ ഏതാണോ മോനെ ടീം? ഇത് സ്പെയിന്, അർജന്റീന, ബ്രസീല്. കൊള്ളാം കേട്ടോ, കൊള്ളാം മോനെ കൊള്ളാം. നല്ല ജോണി ഒന്ന് വണ്ടി കേട്ടോ. നമ്മളെ ഒന്നുമില്ല ചോപ്പല്ലേ? എടാ ജോണി എന്ത് ചെയ്യടോ ഇതിനകത്ത്? എടാ ഇങ്ങോട്ടൊന്ന് വന്നേ. എടാ താൻ മറ്റേ ഹെൽമെറ്റ് ഒന്ന് എടുത്ത് കളയൂടൂ. ഞാൻ പറഞ്ഞിട്ട് അവന്മാരുന്നോണ്ട് സ്പെയിൻ ഇട്ടോണ്ട് വന്നേ. എടാ ഹെൽമെറ്റ് ഒന്ന് ഊരടോ, മനസ്സിലാവുന്നില്ലടോ. ഞാൻ വാ നമുക്ക് പോവാം. സ്പെയിനിടാൻ ഞാനായിരുന്നു പറഞ്ഞു. ഈ കുട്ടിയെ ഞാൻ എവിടെയോ കണ്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, പേര് ഗസ് ചെയ്യാം. ഇങ്ങോട്ട് വന്നേ. ആദ്യത്തെ അക്ഷരം എന്താ? താൻ പറ ആദ്യത്തെ അക്ഷരം. ചോക്കി ഒന്ന് ഗസ് ചെയ്ത് നോക്കി. ചോക്കി ഇതിലേക്കൊന്ന് ഇറങ്ങിത്തിരികെ. ഞാൻ ഇന്ന് ചുറ്റും നടന്നിട്ട് വരാം, എന്നാലേ മോൻ കാണാൻ പറ്റും. ഞാൻ പറയട്ടെ, താൻ പറഞ്ഞ ഓപ്ഷൻ പറ. താൻ ഏതാന്ന് പറയുന്നത് പറ. ഞാനിപ്പോഴും ആലോചിക്കുന്നുള്ളൂ. എനിക്ക് ആ മുടിയുടെ ആ ഒരു ലെയർ ഇങ്ങനെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റേച്ചൽ. ജോക്കി പേര് ചോദിച്ചല്ലേ? എടോ ഞാൻ ആ പെണ്ണിന്റെ അടുത്ത് മിണ്ടിയിട്ട് പോലും ഇല്ല. അമ്മ സത്യം. അപ്പൊ റേച്ചൽ അല്ലത്. പറ്റേ റേച്ചലിന്റെ മുടി അല്ല. വാ. എങ്ങനെ ഗസ് ചെയ്തെന്നുള്ള ഇത് പറ. അത് മുഖത്ത് നോക്കിയിടോ. മുഖത്ത് നോക്കി, മുടി നോക്കി. ഇങ്ങോട്ട് വാ. ആ പെണ്ണ പോയില്ലെങ്കിൽ ആന്ന് വാ ഇങ്ങോട്ട്. ഇങ്ങോട്ട് വാടോ. എന്റെ മനസ്സിലോട്ട് ഇത് കേറുന്നില്ല. ഞാൻ പറഞ്ഞ റേച്ചൽ. താനെന്തോ റേച്ചൽ സോഫിയ. 100 കോടി പറ്റേ. ഹലോ റേച്ചൽ. ഹലോ സിറ്റി കത്തി 17 പേര്. ആ റേച്ചൽ അല്ലേ ഇത്? റേച്ചൽ ഹലോ റേച്ചൽ അല്ലേ ഇത്? അല്ലല്ലോ. ആണല്ലോ. റേച്ചൽ സോഫിയ അല്ലേ ഇത്? അല്ല. എടാ ഇതൊക്കെ മനസ്സിലാക്കാൻ തന്നോട് നടന്ന് ആ പോർച്ചുഗലാണ് മാറുന്നത്. ഏടാ പോർച്ചുഗൽ എടാ മോനെ. റേച്ചൽ സോഫിയ അല്ലേ? അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞല്ലോ. ഞാനാണല്ലോ ആദ്യം പറഞ്ഞു. റേച്ചൽ സോഫിയ ആണോന്ന് ചോദിച്ചപ്പോ അല്ലെന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഒന്നും പറ്റിയില്ല. ഞാൻ പറയുമായിരുന്നു അത് വിഷയമായിരുന്നു കേട്ടോ. അത് എന്റെ ഐക്യു കറക്റ്റ് ആയിട്ട് അവിടെ പ്രവർത്തിച്ചു. എടാ ഞാനല്ലേ ഇവിടെ ആദ്യം പറഞ്ഞു. എന്നിട്ട് താൻ എന്തോ പറഞ്ഞത് റേച്ചലാന്ന് തോന്നുന്നില്ല. എന്നിട്ട് താൻ പറഞ്ഞ എന്തോ ആണെന്ന് തോന്നുന്നില്ല. ഇവിടെ താൻ എന്തോടെ കത്തി പോന്നേ. ഇത് PL ആയടോ വീണ്ടും. PL ആയി ജോക്കി. ഇത് നമ്മൾ എന്ന് വരുന്നു അന്ന് PL. ഇത് വൈകുന്നേരം എന്തൊക്കെ ചെയ്താലും PL. എടാ നമുക്ക് എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ലൈവ് മരിച്ചു പോയി കഴിഞ്ഞാൽ സാഗർ പോയ വിഷമത്തിന് അവിടെ മുടിയൊക്കെ മാറ്റിയത്. സാഗർ പോയായിരുന്നല്ലേ? സാഗർ സിംഗിളായി. ആ റേച്ചൽ ഹലോ. ആ രേഷ്മ കേക്കാവോ? രേഷ്മല്ല, റേച്ചൽ കേക്കാവോ? കേക്കാം. സാഗർ പോയ സ്ഥിതിക്ക് റേച്ചൽ സിംഗിൾ അല്ലേ? അല്ല സാഗർ ഉണ്ടല്ലോ.
സാഗർ ഉണ്ടല്ലോ. ജോണി സാഗർ അല്ല സാഗർ സിറ്റിന്ന് പോയി റേച്ചൽ. സിറ്റിന്നല്ലേ അങ്ങനെയല്ല. പോയി റേച്ചൽ സിറ്റിന്ന് പോയി. തിരിച്ചു വരില്ല, അവൻ നാട് വിട്ടു. എപ്പോഴെങ്കിലും ഒക്കെ സിറ്റിയിൽ ഇല്ല ഇനി ഒരിക്കലും വരത്തില്ല. അവൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരിക്കലും വരത്തില്ല. റേച്ചലിനോട് പറയാതാണല്ലേ യാത്ര പറയാൻ. ഇത് മാത്രം യാത്ര ഒന്നും പറഞ്ഞില്ല. സോറി ടു സേ റേച്ചൽ. അപ്പം സോറി ടു സേ റീച്ചൽ സാഗർ പോയിസിരിക്കും. റീച്ചൽ ഇനി സിംഗിൾ ആൻഡ് റെഡി ടു മിംഗിൾ ആയിരിക്കണമല്ലോ റീച്ചൽ. സിംഗിളാണ്, പക്ഷേ ഹലോ മനസ്സിലായി റേച്ചൽ. വിഷമം മനസ്സിലുണ്ടല്ലേ, അവൻ പറയാതെ തിരിച്ചു പോയത്. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് റേച്ചൽ. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് വിചാരിക്കാത്ത പോലെ വിചാരിക്കാത്ത പലതും നടക്കും. ഇല്ല, ഇടയ്ക്കെങ്കിലും വരുമായിരിക്കുമല്ലേ? ഇല്ല റേച്ചൽ, വരുത്തില്ല. എന്റെ ആഫ്രിക്കയിൽ സെറ്റിൽ ആയെന്നാണ് ഞാൻ കേട്ടത്. വേറെ സിറ്റിയിൽ സെറ്റിലായി. പിന്നെ പണ്ട് ഇതുപോലെ സൈറൂനോട് പറഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോയപ്പോൾ അവിടെ ഒരു കല്യാണം കഴിഞ്ഞ് 2 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെന്നാണ് ഞാൻ അറിഞ്ഞത്. പിന്നെ തിരിച്ചു വന്നപ്പോഴാണ് അവര് ബ്രേക്കപ്പ് ആയതും റേച്ചലുമായിട്ട് ബന്ധത്തിലായതും. ഇപ്പോൾ തിരിച്ച് ഭാര്യ വിളിച്ചപ്പോൾ ഇതേപോലെ വരുമല്ലേ? അറിയില്ല, ചിലപ്പോ ഭാര്യ 2 പിള്ളേരുമായിട്ടായിരിക്കും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം, വരട്ടെ. പിന്നെ എന്തൊക്കെയുണ്ട് റേച്ചൽ, എന്താണ് പരിപാടി? അങ്ങനൊന്നുമില്ല, ഇങ്ങനെ വെറുതെ എല്ലാ ദിവസവും വരുന്നു, ഇവിടെ നിൽക്കുന്നു, പോകുന്നു. സിറ്റിയില് കേളി ഹെയർ ഉള്ള ഗേൾസ് ഭയങ്കര. തനിക്ക് നാണമില്ലയോടെ ഇങ്ങനെ പെമ്പിളാറെ മുടി നോക്കിക്കൊണ്ടു. അല്ല ഞാൻ എടാ നമ്മുടെ സിറ്റിയിൽ ആരൊക്കെ ഉണ്ട്? കേട്ടില്ല ജോക്കി. ഞാനില്ലേ അണ്ണു? എടാ വേറെ ആരൊക്കെ ഉണ്ട്? നമ്മളൊന്നുമില്ല, നമ്മളൊക്കെ അർജന്റീന. എടാ സിറ്റിയിൽ ആരൊക്കെ ഉണ്ടെന്ന്? എടാ ഇതെന്തോ പ്രശ്നമുണ്ട് കേട്ടോടാ, സീരിയസ്ലി. ഐ ക്യാൻ സെൻസ് സംതിങ് ബാഡ്. ഐ ഡോണ്ട് നോ. എനിക്കെന്തോ ഓക്കെ ആയിട്ട് തോന്നുന്നില്ല. എവറിത്തിങ് ഇതൊക്കെ ഒരു ഇത്